സ്പാനിഷ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കീഴടക്കി ബാഴ്സലോണ. 1-3 ഗോളുകൾക്കായിരുന്നു ബാഴ്സയുടെ ജയം. ആവേശപ്പോരിൽ ഫുൾഹാമിനെ തോൽപ്പിച്ച മാഞ്ചസ്റ്റർ സിറ്റി കിരീടപ്പോരിൽ ആഴ്സണലിന് തൊട്ടടുത്തെത്തി. ന്യൂ ക്യാസിൽ ടോട്ടൻഹാം പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. സ്പാനിഷ് ലീഗിൽ ബാഴ്സയുടെ ജൈത്രയാത്ര തുടരുന്നു. തുടർ ജയങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ബാഴ്സയെ നേരിട്ട അത്ലറ്റിക്കോയ്ക്ക് ലീഗിലെ രണ്ടാമത്തെ തോൽവി. ബാഴ്സയുടെ മൈതാനമായ ക്യാമ്പ് നൗവിൽ പന്തടക്കത്തിലും അവസരം സൃഷ്ടിച്ചതിലും മുന്നിൽ നിന്ന ബാഴ്സ തന്നെ മത്സരം സ്വന്തമാക്കി. അലക്സ് ബയനയിലൂടെ അത്ലറ്റിക്കോ മുന്നിലെത്തിയെങ്കിലും റാഫീന്യ, ഡാനി ഉൾമോ, ഫെറാൻ ടോറസ് എന്നിവരിലൂടെ ബാഴ്സ ലക്ഷ്യം കണ്ടു. ലെവൻഡോസ്കി പെനാൽറ്റി പാഴാക്കിയതാണ് ബാഴ്സയുടെ ഏകനിരാശ. ജയത്തോടെ ലീഗിൽ 1 സ്ഥാനത്തുള്ള ബാഴ്സ റയലുമായുള്ള പോയിന്റ് വ്യത്യാസം 4 വർദ്ധിപ്പിച്ചു. ഗോൾമഴ കണ്ട മത്സരത്തിൽ ഫുൾഹാമിനെ 4-5 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചത്. ഫിൽഫോഡൻ ഇരട്ട ഗോളും സൂപ്രതാരം മെർലിൻ ഹാളൻഡ്, റൈൻഡേഴ്സ് എന്നിവർ ഓരോ ഗോളും നേടി. രണ്ടാം പകുതിയിൽ ഫുൾഹാം തിരിച്ചടിച്ചെങ്കിലും സമനിലയിലെത്താനായില്ല. ജയത്തോടെ കിരീടപ്പോരിൽ പിന്നോട്ടില്ലെന്ന വ്യക്തമായ സൂചനയാണ് സിറ്റി നൽകിയത്. പോയിന്റ് പട്ടികയിൽ ആഴ്സണലിന് 2 പോയിന്റ് മാത്രം പിറകിലാണ് സിറ്റി. മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിൽ ടോട്ടനം മത്സരം 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ടോട്ടനത്തിനായി റൊമേറോ ഇരട്ട ഗോൾ നേടി. ലീഗിൽ ടോട്ടനം 11ാം സ്ഥാനത്തും ന്യൂകാസിൽ 13ാം സ്ഥാനത്തുമാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.